ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ തറവാട്ടമ്പലത്തിലെ വിഷ്ണു മായ്ക്കളാണ്. എന്ത് മനോഹരമായിട്ടാണ് സ്വാമീനെ വരച്ചിരിക്കുന്നത് നോക്കൂ. പോത്തൻപുറത്തെ കുറുവടിയൊക്കെ ആയിട്ട് ശരിക്കും സ്വാമി നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു വൈബ് നമുക്ക് തോന്നും കേട്ടോ. ആ കളത്തിൻ്റെ മുന്നിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ. പന്തല്ലൂരാണ് നമ്മുടെ തറവാട്ടമ്പലം വരുന്നത്. ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പം താലത്തിനുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. എല്ലാവരും താലെടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം താലങ്ങളൊക്കെ കളത്തിന് ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം താലങ്ങൾ റെഡിയാവുന്നതോടൊപ്പം തന്നെ കോമരങ്ങളും വെളിച്ചപ്പാടൊക്കെ അരമണിക്ക് കിട്ടിയിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ പന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ എഴുന്നള്ളിപ്പ് തുടങ്ങുക കേട്ടോ. അപ്പോൾ താലൊക്കെ പിടിച്ച് എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് മുണ്ടെടുത്തിട്ടും പട്ടുപാവാടയൊക്കെ ഇട്ടിട്ടും ഒക്കെ എല്ലാവരും നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേക ഒരു ഭംഗിയാണ് താലൊക്കെ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. അപ്പോൾ നമ്മുടെ എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ സെറ്റുമുണ്ടെന്നല്ല കേട്ടോ, ഞാനൊരു ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നവരെല്ലാം സെറ്റുമുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരമണികളായിട്ട് നിൽപ്പുണ്ട് കണ്ടോ. എല്ലാ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഒരേപോലത്തെ സെറ്റുമുണ്ടായിരുന്നു കേട്ടോ അവരെ. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പോൾ കോമരങ്ങളൊക്കെ തുള്ളൽ തുടങ്ങി. നമുക്കിങ്ങനെ താലൊക്കെ കത്തിച്ച് അങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ, പണ്ട് എവിടെയെങ്കിലും താലം എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ പോയി നിൽക്കും കേട്ടോ. അവരെങ്ങനെ ഈ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അപ്പം എല്ലാവരും അവരുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. എൻ്റെ കയ്യിലുണ്ട് കേട്ടോ താലം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം സ്വാമി നടത്തി തന്നതിൻ്റെ സന്തോഷമായിട്ടാണ് കേട്ടോ ഞാൻ പ്രാവശ്യം താലം എടുത്തത്. അപ്പോൾ തിരിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തേക്ക് തിരിച്ച് വരുന്ന ചടങ്ങാണ് കേട്ടോ ഇത്. കുടുംബത്തിലെ മൂത്ത കാരണന്മാർ അവർ വിളക്കൊക്കെ ആയിട്ട് സ്വീകരിച്ചിട്ടാണ് കോമരങ്ങളെ അമ്പലത്തിലേക്ക് കയറ്റുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ചടങ്ങുകളുള്ള കുടുംബക്ഷേത്രങ്ങളിപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നാണ്. ഓരോ സ്ഥലങ്ങളിലും വെച്ചിട്ട് ആചാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ വാദ്യങ്ങളുടെ അടങ്ങുമ്പടിയോടെയാണ് കേട്ടോ കോമരങ്ങളും താലവും ഒക്കെ അമ്പലത്തിലേക്ക് കയറുന്നത്. നല്ല
കുഞ്ഞു മക്കളൊക്കെ ഇതാ പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ട് ഇങ്ങനെ താലൊക്കെ പിടിച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പെൺകുട്ടികളിങ്ങനെ താലെടുക്കുന്നത് കാണണേ. അതെന്നിട്ട് ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നേ. അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ വിഷ്ണുമായ അമ്പലമോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ കളമ്പാട്ടൊക്കെ വരുമ്പോൾ പോയി പ്രാർത്ഥിക്കുക. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. സ്വാമി അത് അടുത്ത ആ കളാവുമ്പോഴേക്കും ആഗ്രഹം നടത്തി തരും കേട്ടോ. അതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.